ബേപ്പൂർ സുൽത്താന്റെ പാത്തുമ്മയുടെ ആട് കഥയുടെ ആസ്വാദനക്കുറിപ്പ്. മലയാളികളുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രശസ്തമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. ബഷീറിന്റെ അമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന കൂട്ടുകുടുംബം ഒരു ചെറിയ വീട്ടിൽ ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത്. അവിടെ നടക്കുന്ന ദൈനംദിന സംഭവവികാസങ്ങൾ തൻ്റെ തനതു ശൈലിയിൽ വിവരിച്ചിരിക്കുകയാണ് ബഷീർ ഈ നോവലിൽ. ഇതിലെ കഥാപാത്രങ്ങൾ ഉമ്മ, സഹോദരി, സഹോദരന്മാർ, മറ്റു കുടുംബാംഗങ്ങൾ അവരോളം തന്നെ പ്രാധാന്യത്തിൽ വീട്ടിലെ ആടുകളും കോഴികളും പൂച്ചകളും പിന്നെ പറമ്പിലെ അണ്ണാരക്കണ്ണനും ചാമ്പമരവും. ഏതോ വിദൂര ദേശത്തു നിന്ന് ബഷീർ വീട്ടിൽ മടങ്ങിയെത്തുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. ഈ കുടുംബത്തിനകത്ത് നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ആളുകളുടെ സ്വാർത്ഥത, ഇണക്കം, പിണക്കം, കുശുമ്പ്, ഏഷണി എല്ലാം തമാശ ചാലിച്ചെഴുതിയിരിക്കുകയാണ് ബഷീർ. ദാരിദ്ര്യവും കഷ്ടപ്പാടും സ്ത്രീകൾ എങ്ങനെയാണ് നേരിടുന്നതെന്ന് ഈ പുസ്തകം സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ആ ആട് സ്ത്രീത്വത്തിന്റെ പ്രതിച്ഛായയാണ്. നിശബ്ദമായി എല്ലാം സഹിക്കുകയും പല മട്ടിലുള്ള ചൂഷണത്തിന് വിധേയമാവുകയും ചെയ്യുന്ന സ്ത്രീത്വം. ജന്തുക്കളോടും പറവകളോടുമൊക്കെ മനുഷ്യരോടെന്ന പോലെ വർത്തമാനം പറയുന്നുണ്ട്. ആട് തൻ്റെ പുസ്തകം തിന്നുന്നത് കരുണയോടെ നോക്കി നിന്ന ബഷീർ അത് തൻ്റെ പുതപ്പ് തിന്നാൻ ഒരുങ്ങുമ്പോൾ സ്നേഹത്തോടെ പോലെ വർത്തമാനം പറയുന്നുണ്ട്. ആട് തൻ്റെ പുസ്തകം തിന്നുന്നത് കരുണയോടെ നോക്കി നിന്ന ബഷീർ അത് തൻ്റെ പുതപ്പ് തിന്നാൻ ഒരുങ്ങുമ്പോൾ സ്നേഹത്തോടെ പറയുകയാണ്, ഹേ ആഞ്ചസുന്ദരി, ദയവായി ആ പുതപ്പ് തിന്നരുത്, അതിൻ്റെ കോപ്പി വേറെയില്ല. മനുഷ്യരും ജന്തുക്കളും പറവകളും ഇഴജന്തുക്കളും സസ്യാദികളും ഉൾപ്പെടുന്ന ഒരു വലിയ കുടുംബമാണ് ഈ ദുനിയാവ് എന്ന ഭാവത്തിലാണ് നോവലിൻ്റെ പരിസമാപ്തി.